ഇലക്ട്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളുടെ ഫ്രിഡ്ജുകളുടെ പുറത്ത് ഈർപ്പം പിടിക്കുന്നത് ഈ മഴക്കാലത്ത് സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതിനുള്ള പരിഹാര മാർഗങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മഴ സമയത്തും മഞ്ഞ് സമയത്തും അതേപോലെ തണുപ്പുള്ള സമയങ്ങളിലുമാണ് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗങ്ങളിൽ ഈർപ്പം കൂടുതലായി പിടിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. ഫ്രിഡ്ജിൻ്റെ ബോഡിയുടെ തിക്നെസ് കുറവായതുകൊണ്ടോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ തണുപ്പ് ഓവറായതുകൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ വളരെ പ്രയാസമാണ്. ഫ്രിഡ്ജിന്റെ ബോഡിയുടെ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പ്രോപ്പറായിട്ട് ഒരു പരിഹാരമുള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഈർപ്പം പിടിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ഫ്രിഡ്ജ് വളരെ ഓപ്പണായിട്ടുള്ള ഭാഗത്താണ് ഇരിക്കുന്നത് എങ്കിൽ, അതായത് ഗ്രില്ല് കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ നെറ്റ് കൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ആയിട്ടുള്ള വർക്ക് ഏരിയയിലോ മറ്റോ ആണ് ഇരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഈർപ്പത്തിന്റെ അളവ് കൂടുതലായിട്ട് കാണിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് അന്തരീക്ഷത്തിലുള്ള അതേ ഈർപ്പത്തിന്റെ അളവ് തന്നെ നമ്മുടെ ഫ്രിഡ്ജിന് സമീപവും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വളരെ കൂടുതലായിട്ട് തന്നെ വിയർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് എങ്കിൽ ആ ഫ്രിഡ്ജിനെ എടുത്ത് 4 വശവും ചുമരുകളാൽ ചുറ്റപ്പെട്ട റൂമിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈർപ്പത്തിൻ്റെ അളവ് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ഈർപ്പം പിടിക്കുന്ന ഫ്രിഡ്ജുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ തെർമോസ്റ്റാറ്റ്, അതായത് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് എത്രയാണ് ഇരിക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കുക. അത് വളരെ കൂടിയിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മിനിമം പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഇടുക. അതായത് 1ലോ 2ലോ കൊണ്ടുവന്നിടുക. അങ്ങനെ ആ പൊസിഷൻ മാറ്റിയിടുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്തുണ്ടാകുന്ന കൂളിങ്ങിന്റെ അളവ് കുറയുകയും അങ്ങനെ ആ കൂളിംഗ് പുറത്തോട്ടെത്താനുള്ള ചാൻസ് കുറയുകയും ആ ഈർപ്പത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുവാനും നമുക്ക് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകൾ കുറച്ച് പഴക്കം ചെന്നതാണ്, അവയിൽ അസഹനീയമായ രീതിയിൽ ഈർപ്പം ഒലിക്കുന്നു എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. തെർമോകോൾ പീസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ ഭാഗങ്ങളിൽ ഒട്ടിച്ചു വെക്കുക. ഇങ്ങനെ ചെയ്താലും ഈർപ്പം ഒരുപാടായിട്ട് ഉണ്ടാകുന്നത് പരിഹരിക്കാൻ സാധിക്കും. എന്നാലും അങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജ് ഒരു അഭംഗി ആകുന്നു. വളരെ പഴയ ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടിച്ചും ഈ ഈർപ്പം ഇല്ലാതാക്കാൻ സാധിക്കുന്നു. എന്നാൽ നമ്മളുടെ ഏറ്റവും പുതിയ ഫ്രിഡ്ജിലാണ് ഇങ്ങനെയുള്ള ഈർപ്പം കാണിക്കുന്നത്. അതായത് വാങ്ങിച്ചതിന് 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായിട്ട് ഈർപ്പം ഫ്രിഡ്ജിന്റെ സൈഡിലേക്ക് ഒലിക്കുന്നു എങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ആ ഫ്രിഡ്ജ് മാറി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ഈർപ്പം വരുന്നത് തടയാനുള്ള മറ്റ് മാർഗങ്ങൾ വല്ലതും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇതേപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.